ലയൺസ് ക്ലബ് ഓഫ് അരുവിത്ര ഇടമറുക് സെന്റ് ആന്റണീസ് യു.പി. സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇടമറുക് ലയൺസ് ക്ലബ് ഓഫ് അരുവിത്രയുടെ നേതൃത്വത്തിൽ ഇടമറുക് സെന്റ് ആന്റണീസ് യു.പി. സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്തിന്റെ അധ്യക്ഷതയിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസ് നിർവഹിച്ചു. ലയൺസ് 318B ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ റോയ് തോമസ് വിഷയാവതരണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി അനില എസ്.എച്ച്, മനേഷ് കല്ലറയ്ക്കൽ, ടിറ്റോ തെക്കൽ, ടാൻലി തട്ടാമ്പറമ്പിൽ, മാത്യു വെള്ളാപ്പാണിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു 4-5 വർഷങ്ങളിലായിട്ട് ഈ സാറുമാരെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ റോയ് സാറിനെയും പഞ്ചായത്ത് മെമ്പറിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവരെന്തിനാണ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ എന്തിനായിരിക്കും ഇവർ ഒരുപക്ഷെ വന്നിരിക്കുന്നത്? കുഞ്ഞുങ്ങളായി നിങ്ങൾ പഠിച്ച് നല്ലവരായി തീർന്ന് ഇവരെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കുട്ടികളായി തീരുക. പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളും നമ്മുടെ സമൂഹത്തിലുള്ളവരെ സഹായിക്കണം. ആ ഒരു സന്ദേശമാണ് അരുവിത്ര ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാ വർഷവും നമ്മുടെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് പഠനോപകരണങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ ഇവർ വിതരണം ചെയ്യാറുണ്ട്. എല്ലാ വർഷവും നിങ്ങൾക്ക് ഞാനത് ഇവരിൽ നിന്ന് സമീപിച്ച് വാങ്ങിത്തരാറുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു. അപ്പോൾ കുട്ടികളുടെ പഠന ആ മികവിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, നിങ്ങൾക്ക് പഠിത്തത്തിൻ്റെ സൗകര്യം ഒരുക്കി തരുവാനായിട്ട്, നിങ്ങൾക്ക് എന്തുമാത്രം പഠിക്കാവോ അത്രയും പഠിച്ച് നിങ്ങൾ ഉന്നതത്തിലെത്തുക ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഏറ്റവും നന്നായിട്ട് ആ വർക്ക് ഓരോ ഡേറ്റിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് സമ്മാനം. ആ ക്ലാസ് തിരിച്ചായിരുന്നു 1, 2 ഒരു കാറ്റഗറി, 3, 4, 5 6 അങ്ങനെയാണ് അതിന് തോത് വെച്ചിരുന്നത്. അതിൽ 5 കുട്ടികൾ അതിന് ഏറ്റവും നന്നായിട്ട് അവരുടെ ബുക്ക് കണ്ടാൽ തന്നെ പേരൻസ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അവർക്കുള്ള സമ്മാനം ഈ കൂടെ വിതരണം ചെയ്യും. മറ്റുള്ള കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം എഴുതിയവർക്ക്. പക്ഷേ 50% കുട്ടികളെ സഹകരിച്ചുള്ളൂ, ബാക്കി 50% സഹകരിക്കാത്തതുകൊണ്ട് അതിനകത്ത് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും സഹകരിച്ചായിരുന്നു, എല്ലാവർക്കും ചെറിയ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയായിരുന്നേ. അപ്പോൾ ഇത് എന്തെങ്കിലും ആകട്ടെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ 2ാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ചാലമറ്റം ഹൈസ്കൂളിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം പഠനോപകരണങ്ങളോട് ഉൾപ്പെടെ സൈക്കിൾ ഉൾപ്പെടെയുള്ളവർ വിതരണം ചെയ്തിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ, അവർക്ക് ഈ സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അരുവിത്ര ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം, അവർ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവരെ ഈ കൂട്ടായ്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തീക്കോയിലെ പ്രോഗ്രാമുണ്ട്. അതുപോലെ ധാരാളം ഓരോ സമയങ്ങളിൽ കലാകാലങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഓരോ പഞ്ചായത്തായിട്ട് ബന്ധപ്പെടേണ്ട കാര്യങ്ങളാണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ഇടമറുക് CHSE ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതുപോലെ ഇടമറുക് CHSEയിലെ ഓരോ പ്രവർത്തനങ്ങളിൽ, ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് നാട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ നാട്ടിലെ പൊതുസ്ഥാപനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് നമ്മുടെ സംഘടനയാണ് ലയൺസ് ക്ലബ്ബ് അരുവിത്ര. വിദ്യാർത്ഥികളായിട്ടുള്ളവരും യൂത്തായിട്ടുള്ളവരും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിനായി തീർച്ചയായിട്ടും അരുവിത്ര ലയൺസ് ക്ലബ്ബ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാണ്ട് 10-12 വർഷങ്ങളായി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു HM ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്കറിയാം, നല്ല കാര്യങ്ങൾ ചെയ്യിക്കുവാനും ചെയ്യാൻ ആഗ്രഹമുള്ളവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനും ഒക്കെ താല്പര്യമുള്ള നല്ലൊരു HM ഉള്ളതുകൊണ്ട് തീർച്ചയായും ഈ സ്കൂൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ഇടവകയിൽപ്പെട്ട നമ്മുടെ റോയ് സാറും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പറും ഒക്കെ ഈ ഇടവകക്കാരായതുകൊണ്ട് തീർച്ചയായും ഇടമറുക് സ്കൂള് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരും. അതിന് തീർച്ചയായും ഞങ്ങൾ അരുവിത്ര ലയൺസ് ക്ലബ്ബും കൂടെ ഉണ്ട്. ഞങ്ങൾ അരുവിത്ര ലയൺസ് ക്ലബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സ്കൂളുകളിലെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെ കണ്ണ് പരിശോധിച്ച് അവർക്ക് ആവശ്യമുള്ളവർക്ക് മുഴുവൻ കണ്ണാടി സൗജന്യമായി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അതൊന്ന് നോട്ട് ചെയ്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം വന്ന് കണ്ണ് പരിശോധിച്ച് അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള കണ്ണാടി സൗജന്യമായി തന്നെ കൊടുക്കുന്ന പ്രോഗ്രാം ഇക്കൊല്ലം ഞങ്ങൾ വളരെ കാര്യമായി ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്.
കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ പല സ്കൂളുകളിലും ചെയ്തിരുന്നു. അതുപോലെ പിള്ളേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാമുകൾ, ഫോണിൻ്റെ ദുരുപയോഗവും പിള്ളേർക്ക് നല്ല രീതിയിൽ പഠിക്കുവാനുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, ഐ ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മെഡിക്കൽ ക്യാമ്പുകൾ, ഇതെല്ലാം ഉണ്ട്. എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങളോട് അറിയിച്ചാൽ തീർച്ചയായും അതെല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നതിൽ അരുവിത്തറ ലയൺസ് ക്ലബും ലയൺസ് ഇന്റർനാഷണലും ഡിസ്ട്രിക്ട് റീവണൈറ്റ് ബിയും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അരുവിത്തറ ലയൺസ് ക്ലബിന്റെ സന്തോഷം അറിയിക്കുന്നു. മാതാപിതാക്കളോട് എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത്, സിസ്റ്റർ ഞാനിവിടെ വന്നപ്പം തന്നെ അത് പറഞ്ഞു, ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ കഴിവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നന്നായിട്ട് വരച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കാതെ വരുന്ന അവർക്ക് വരയ്ക്കാനുള്ള ബുക്കോ പേപ്പറോ പേനയോ കളറോ പെയിൻറ്റോ അങ്ങനെയൊക്കെ സാധനങ്ങൾ ആവശ്യം വരുമ്പം അത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വാങ്ങിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ HMനോട് പറഞ്ഞാൽ, എല്ലാ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി. അതിനുള്ള സംവിധാനം തീർച്ചയായിട്ടും ലയൺസ് ക്ലബ്ബ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പിള്ളേർക്ക് പഠിക്കാനുള്ള എന്താവശ്യം വന്നാലും അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ലയൺസ് ക്ലബ്ബ് പോലുള്ള പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം പിള്ളേർക്ക് പൈസ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ പഠിക്കാനുള്ള ഒരു ഉപകരണം അല്ലെ ഒരു ഉപാധി കിട്ടാതെ പോകരുത്. അത് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം Standard 3 and 4, first Vedamol PR. Standard 5 and 6, first Devananda P. Manish, Johan Anish, Juvan Anish. Johan Anish.